എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. SLC മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പേജ് നമ്പർ 13 കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ അതിലെ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? സീ ദ പിക്ചേഴ്സ്. പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4 പിക്ചർ ഉണ്ട്. അതിൽ നിന്നാണ് സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആദ്യത്തേല് നമുക്ക് നോക്കാം. ഏതാണ്? ഇതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 2 സ്ക്വയേഴ്സ് ഉണ്ട് ഇല്ലേ? രണ്ടാമത്തേൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? എത്ര ചെറിയ സമചതുരം? പോട്ടെ, ചെറുതാണ് ചെറിയ സമചതുരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ? അടുത്തതിലോ ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 6 ചെറിയ സമചതുരം ഉണ്ട്. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 8 ചെറിയ സമചതുരം ഉണ്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? എത്ര വലിയ സമചതുരങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര വലിയ സമചതുരങ്ങൾ? ആദ്യത്തേല് നോക്കിയ വലിയ സമചതുരം ഉണ്ടോ? ഇല്ലല്ലോ, ചെറുതല്ലേ, ചെറിയ സ്മോൾ സ്ക്വയേഴ്സ് ആണുള്ളൂ, വലുതില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ 0 എന്ന് കൊടുക്കാം ആദ്യത്തേല്. രണ്ടാമത്തേലോ അതെ ഇത് ഇല്ല, ഇതൊരു സ്ക്വയർ ആണ്. അപ്പൊ ഇത് നമുക്ക് എത്ര എഴുതാം? 1 എന്ന് എഴുതാം. ഞാൻ ഇതിൽ വരുമ്പോഴോ, ഇതിൽ വരുമ്പോ എന്താ ഇവിടെ നമുക്ക് എടുക്കാം. എന്താ ഇതൊരെണ്ണമാണ്, ഇതൊരു സ്ക്വയർ ആണ്, വലിയ സ്ക്വയർ ആണ്. പിന്നെ ഇതും കൂടെ ഇങ്ങനെയും കൂടെ എടുക്കാമല്ലോ, 2 രീതിയിൽ എടുക്കാം. അപ്പം 2 വലിയ സ്ക്വയേഴ്സ് ഉണ്ട്. ഇതിൽ വരുമ്പോഴോ, ഇതിൽ വരുമ്പോ നമുക്ക് നോക്കാം. എന്താ ഇതിങ്ങനെ ഒരെണ്ണം ഇല്ലേ, ഇതിങ്ങനെ ഉണ്ട്. ഇങ്ങനെ ഒരെണ്ണം എടുക്കാമല്ലോ, ഇങ്ങനെ ഒരെണ്ണം എടുക്കാം. പിന്നെ അതെന്താണ്? ഇത് ഇൻക്ലൂഡ് ആയിട്ട് ഇങ്ങനെ. മനസ്സിലായല്ലോ? അപ്പം 3 ഇവിടെ 3 വലിയ സമചതുരം ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചേഴ്സ്? ആകെ എത്ര സമചതുരം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ആകെ മൊത്തം എത്ര സമചതുരം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കി എത്ര സമചതുരമാണ് ഇവിടെ ഉള്ളത്? 2 എണ്ണം അല്ലേ? 2 എണ്ണം ഉണ്ട്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഓൾറെഡി ചെറുത് 4 എണ്ണം ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു വലുതും കൂടെ ഉണ്ട്. അപ്പൊ എത്ര വരും? 5 എണ്ണം വരും. മനസ്സിലായല്ലോ? ഇവിടെ എങ്ങനെയാണ്? ചെറുത് 6 എണ്ണമാണ് അല്ലേ? ചെറുത് 6 എണ്ണം ഉണ്ട്. പിന്നെ വലുത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ 6 ഉണ്ട് 8. മനസ്സിലായല്ലോ? ഇവിടെ ചെറുത് എത്ര ഉണ്ട്? 8 എണ്ണാണുള്ളത്. അതിന്റെ കൂട്ടത്തിൽ വലുത് 3 എണ്ണം കൂടി ഉണ്ട് അല്ലേ? നമ്മൾ മുമ്പേ കണ്ടായിരുന്നില്ല. അപ്പൊ എത്രയാണ്? 8 3 11 സ്ക്വയേഴ്സ് ആണുള്ളത്. മനസ്സിലായല്ലോ? ഇനി ഇഫ് യു കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് പിക്ചേഴ്സ് ആർ ദ സീക്വൻസ് എബോവ് അരിത്തമെറ്റിക് സീക്വൻസ്? ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നമുക്ക് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? കോമൺ ഡിഫറൻസ് കണ്ടാൽ മതിയല്ലോ. അപ്പൊ ഇതിന്റെ കേസിൽ കോമൺ ഡിഫറൻസിനെ ഡി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു കേട്ടോ. അപ്പം കോമൺ ഡിഫറൻസ് എത്ര വരും? അതേ നോക്കിയാൽ 4 - 2 2 ആണ് വരുന്നത്. അടുത്തെടുത്ത് നോക്കിയാൽ 6 - 2 6 - 4 2 ആണ് വരുന്നത് അല്ലേ? അപ്പം എന്താണ്? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പം യെസ്, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് പറയാം. കോമൺ ഡിഫറൻസ് വന്നിരിക്കുന്ന 2, ഇവിടെ 2 ആണ്. അപ്പം യെസ്, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. പിന്നെ അടുത്ത കേസിലോ, ഇതിന്റെ കേസിലോ നോക്കിയേ, എത്രയാണ് കോമൺ ഡിഫറൻസ് വരുന്നത്? 1 - 0 1 വന്നു. മൊത്തം എത്രയാണ്? 2 - 1 എത്രയാണ്? 1 വന്നു. മനസ്സിലായല്ലോ? അപ്പൊ കോമൺ ഡിഫറൻസ് ഒരുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഇനി മൂന്നാമത്തെ കേസിൽ വരുമ്പോഴോ എത്ര വരും? കോമൺ ഡിഫറൻസ് D is equal to 5 - 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ് ഇവിടെ വരുന്നത്. അടുത്തെടുക്കുകയാണെങ്കിൽ 8 - 5 അവിടെ വരുന്നു. എത്രയാണ്? 3 തന്നെയാണ് അല്ലെ? കോമൺ ഡിഫറൻസ് അപ്പൊ 2 സ്ഥലത്തും ഒരുപോലെ വന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പറയാം. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. In the picture below, the perpendicular drawn from the bottom line are equally spaced. ചിത്രത്തിൽ ഒരേ അകലം ഇടവിട്ടാണ് താഴത്തെ വരിയിൽ നിന്ന് ലംബം വരച്ചിരിക്കുന്നത്. കണ്ടോ? ഒരേ ഡിസ്റ്റൻസിൽ താഴത്തെ വരിയിൽ നിന്ന് മുകളിലേക്ക് ലംബം വരച്ചിട്ടുണ്ട്. So that the sequence or the heights of the perpendiculars on containing this form an arithmetic sequence. ഇങ്ങനെ തുടരുന്ന ലംബങ്ങളുടെ ഉയരങ്ങളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണ്. ഇതിങ്ങനെ അടുത്ത വരും. ഒരേ ഡിസ്റ്റൻസിൽ തന്നെ അടുത്ത് നമ്മൾ ഒരു ലംബം വരയ്ക്കുക താഴെന്ന്. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ അതിന്റെ ഹൈറ്റ്, ഓരോന്നിന്റെ ഹൈറ്റ് ഉണ്ടല്ലോ, ഇതിന്റെ ഹൈറ്റ് ഇതാണ്, ഇതിന്റെ ഹൈറ്റ് ഇതാണ്. ആ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായാലും ഇവിടെ ഒരു ഹിന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഓരോ ലംബത്തിന്റെയും മുകളറ്റത്ത് നിന്ന് അടുത്ത ലംബത്തിലേക്ക് ലംബം വരച്ചു നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഓരോ ലംബം ഉണ്ട് ഇല്ലേ? ഓരോ ലംബം വരച്ചു അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് അടുത്ത ലംബം ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരു ലംബം വരച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കേട്ടോ, ഓരോന്നിലേക്കും ഇങ്ങനെ വരച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് സമാന്തര ശ്രേണിയാണ്. അതായത് ഈ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സമാന്തര ശ്രേണിയിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അതായത് പിക്ചർ ഞാനൊന്ന് വലുതായിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. നമുക്ക് അത് വെച്ച് നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞത് ഹിന്റ് എന്താണ്? ഇതിൽ നിന്ന് ഒരു ലംബത്തിൽ നിന്ന് മറ്റേലേക്ക് നമ്മൾ ലൈൻ വരയ്ക്കാൻ വേണ്ടിയുള്ളത് ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്
അല്ലെ? ഇവിടെ ഇങ്ങനെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവാൻ സാധ്യത എങ്ങനത്തെ ട്രയാങ്കിൾ ആണ്. നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഈ ട്രയാങ്കിൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലേ? നമുക്ക് കാണുമ്പോൾ അറിയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ സൈഡ് എല്ലാത്തിന്റെയും ഈ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കുമല്ലോ. മനസ്സിലായല്ലോ പറഞ്ഞത്? ഈ സൈഡിൽ ഈ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനും ഒരുപോലെയാണ്, ഈ ആംഗിളും ഒരുപോലെയാണ്. ഇത് അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് പേര് കൊടുക്കുകയാണ്. ഇത് എ ആണ്, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ. ഞാനിങ്ങനെ പേര് കൊടുത്തു. അപ്പം ഈ എയിൽ നിന്നും ബിയിലേക്ക് ആ ഒരു ഹൈറ്റ്, ആ ഹൈറ്റ് പിന്നെ സിയിൽ നിന്ന് ഡിയിലേക്ക്, അതും ഇതെല്ലാം ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് സമാന്തര ശ്രേണിയാണോ എന്നാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. നോക്കിയേ, എ ബി എന്ന് പറയുന്ന ഈ ഒരു ഹൈറ്റിന് ഞാൻ സപ്പോസ് ഒരു പേര് കൊടുത്തു, സ്മോൾ ലെറ്റർ എന്ന് കൊടുത്തു. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതേ ഹൈറ്റ് തന്നെയായിരിക്കുള്ളത് ഇവിടം വരെയുള്ള ഈ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതും. ക്ലിയർ ആയല്ലോ? ഇതിനെ ഇവിടെ തൊട്ടുള്ള ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരച്ചപ്പോൾ ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ ബി ആയിട്ട് എടുത്തു. ആ ബി തന്നെയാണല്ലോ ഇവിടെ എല്ലായിടത്തും സെയിം ഹൈറ്റ് തന്നെയല്ല, ആ ബി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ കേസിൽ നോക്കിയേ, ഈ ഹൈറ്റ് തന്നെയാണല്ലോ ഇവിടുത്തെ ഈ ഹൈറ്റും വരുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ ഈ ടോട്ടൽ ഹൈറ്റ് ആണ് ഇവിടുത്തെ ഹൈറ്റും വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ എ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ എങ്ങനെ എഴുതി? സ്മോൾ ലെറ്റർ എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? സി ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് എന്ത് തന്നെയാണ്? അത് ഇത്രയും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എ തന്നെയാണ്. എ പ്ലസ് ബാക്കി ഏതാണ് വരുന്നത്? ബി ആണ് വരുന്നത്. ദെൻ ഇനി ഇ എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇ എഫ് ഈസ് ഈക്വൽ ടു, ഇതാ നോക്കി, ഇ എഫ് ഇതാണ്. ഇവിടം വരെ എന്ത് തന്നെയാണ്? നമുക്കറിയാം എ പ്ലസ് ബി ഉണ്ട്. ഇവിടെ ഇത്രയും എ ആണ്, പിന്നെ ഇത് ബി ആണ്. അപ്പം എ പ്ലസ് ബി ആണ് അവിടെ വരുന്നത്. അതിന്റെ അടുത്ത് പിന്നെ അടുത്ത ഹൈറ്റ് ബി തന്നെ. അപ്പം എ പ്ലസ് ടു ബി എന്ന് എഴുതാമല്ലോ. ഇല്ല, എ പ്ലസ് ടു ബി എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് ജി എച്ചിന് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടം വരെ നമുക്ക് എ ആണെന്നറിയാം, ഇല്ലേ? എ എന്നറിയാം. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള നമുക്കറിയാം 2b ആണെന്നറിയാം. പിന്നെ ഒരു ബിയും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് എ പ്ലസ് 3b എന്ന് എഴുതാമല്ലോ. ക്ലിയർ ആയല്ലോ? ദെൻ പിന്നെ എന്താണ്? ഐ ജെ എന്ന് വന്നിരിക്കുന്നു. അപ്പൊ ഇതുപോലെ നമുക്ക് എഴുതാം എ പ്ലസ് 4b എന്ന് എഴുതാം. മനസ്സിലല്ലോ? അപ്പൊ ഹൈറ്റ് കിട്ടി. എ ബി ആണ് ഹൈറ്റ്, സി ഡി ഹൈറ്റ്, ഇ എഫ് ഇതെല്ലാം എന്താണ്? ഹൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതായത് താഴെ നിന്ന് നമുക്കൊരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ അതിന്റെ ഹൈറ്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ശ്രേണിയാക്കി എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ കോമ എ പ്ലസ് ബി കോമ എ പ്ലസ് 2b, അല്ലെ? എ പ്ലസ് 2b എന്ന് എഴുതാം. ദെൻ എ പ്ലസ് 3b എന്ന് എഴുതാം. ദെൻ എ പ്ലസ് 4b. ഇങ്ങനെ പോലെ അങ്ങ് ശ്രേണിയായിട്ട് എഴുതുവാണെങ്കിൽ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? എ പ്ലസ് ബി മൈനസ് എ വരും. എയും ക്യാൻസൽ ആയി പോകും, ഇവിടെ ബി വരും, ഇല്ല? കോമൺ ഡിഫറൻസ്. മറ്റേത് അടുത്തതും എങ്ങനെയാണ്? എ പ്ലസ് 2b മൈനസ് എ പ്ലസ് ബി എന്നാണ് വരുന്നത്. അതും എങ്ങനെയാണ് വരുന്നത്? എ പ്ലസ് 2b മൈനസ് കൊണ്ട് ഇവിടെ എടുക്കുക, എ മൈനസ് ബി എന്ന് വരും. ഇതും പോവും. പിന്നെ പ്ലസ് 2b മൈനസ് ബി എന്ന് വരുമ്പോൾ ബി തന്നെ വരും. ഇപ്പൊ കോമൺ ഡിഫറൻസ് വന്നല്ലോ. കോമൺ ഡിഫറൻസ് സെയിം ആണ്. അതെങ്ങനെയാണ്? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ എന്താണ്? ആദ്യമേ നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കണം കേട്ടോ. ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലർ ടു നെക്സ്റ്റ് പെർപെൻഡിക്കുലർ നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുക. പിന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ആണെന്ന് പറയുക. അപ്പം നമ്മൾ പോയിന്റുകളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോ കേട്ടോ, ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച്, ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് എന്ന് പറയാം കേട്ടോ. ടോപ്പ് ഓഫ് ഈച്ച് ടു ദ നെക്സ്റ്റ്, ഈച്ച് ടു ദ നെക്സ്റ്റ് എന്ന് പറയാം. ആദ്യമേ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു. പിന്നെ എന്താണ്? റൈറ്റ് ആംഗിൾ, അല്ലെ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എല്ലാം ഈക്വൽ ആണ്, അല്ലെ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് എല്ലാം ഈക്വൽ ആണെന്ന് പറയാം. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. പിന്നെ അടുത്ത് എന്ന് പറയാം? നമുക്ക് ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്ന് പറയാം, അല്ലെ? ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്ന് പറയാം. മനസ്സിലായല്ലോ? ദെൻ ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് പെർപെൻഡിക്കുലർ, നമുക്ക് അടുത്തെന്ന് പറയാം ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് പെർപെൻഡിക്കുലർ എന്ന് പറയാം. ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് പെർപെൻഡിക്കുലർ എത്രയാണ്? നമ്മൾ എ ആയിട്ട് എടുത്തു. ദെൻ പിന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എഴുതി. നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്ക് മനസ്സിലായി കോമൺ ഡിഫറൻസ് സെയിം ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ പറയാം കോമൺ ഡിഫറൻസ് സെയിം ആണ് കേട്ടോ. ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം ആണ്. സോ ഇസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് പറയാം. അപ്പൊ ആ ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതൊക്കെ ചെയ്ത് തന്നെ നോക്കി പഠിക്കുക കേട്ടോ.
ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് പൊസിഷൻ ആൻഡ് ടേം, സ്ഥാനവും പദവും. ഇതാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാമല്ലോ എന്താന്നുള്ളത്. നമ്മളൊരു അരിത്തമെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യുവാണ്. 1, 11, 21, 31 ഇങ്ങനെ എക്സെട്ര. ഇങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് അറിയാം. അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, അതിന്റെ കോമൺ ഡിഫറൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഒരു സീക്വൻസ് തരുവാണ്, 1 രണ്ടാമത്തെ ഇല്ല, 21 തന്നു, മൂന്നാമത്തെ ഇല്ല, പിന്നെ 41 ഇങ്ങനെ തന്നു ചോദിച്ചു. അതായത് ഒരു സീക്വൻസിലെ ടേംസുകൾ മിസ്സിംഗ് ആയിട്ട് തന്നു, ചില ടേംസുകളോട് മിസ്സിംഗ് ആയിട്ട് തന്നു. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ മിസ്സിംഗ് ആയിട്ടുള്ള ടേം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ ഫസ്റ്റ് ടേം ഉണ്ടല്ലോ, ഫസ്റ്റ് ടേമിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ടേം കിട്ടുന്നത്. ഇത് 21 എന്ന് പറഞ്ഞാൽ ഇവിടെ തേർഡ് ടേം ആണ്. നമുക്കറിയാം ഫസ്റ്റ് ടേമിന്റെ അടുത്ത് കോമൺ ഡിഫറൻസ് അല്ലേ, ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് പ്ലസ് ഡി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സെക്കൻഡ് ടേം ഇവിടെ കിട്ടുന്നത്. ഈ സെക്കൻഡ് ടേം നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ടേമിന്റെ അടുത്ത് പിന്നെ നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് തേർഡ് ടേം കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ കോമൺ ഡിഫറൻസ് ഇവിടെ എത്ര പ്രാവശ്യം ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്? 2 പ്രാവശ്യം ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റ് ടേം നമുക്കറിയാം ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ഇവിടെ എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? 2 പ്രാവശ്യം നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലെ? ഡി പ്ലസ് ഡി എന്ന് പറയുമ്പോൾ 2D. അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്? മൂന്നാമത്തെ ടേം കിട്ടുന്നത് അല്ലെ? അതായത് മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോൾ എത്രയാണ്? തേർഡ് ടേം അല്ലെ? തേർഡ് ടേം അല്ലെ? തേർഡ് ടേം കിട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? കോമൺ ഡിഫറൻസ് 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മൂന്നാമത്തെ ടേം കിട്ടുന്നത്. ഇനിയും ഈ മൂന്നാമത്തെ ടേമിന്റെ കൂടെ നമ്മൾ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് ഫോർത്ത് ടേം കിട്ടും. ഇവിടുത്തെ ഫോർത്ത് ടേം കിട്ടും. ഈ ഫോർത്ത് ടേമിന്റെ അടുത്ത് പിന്നെ നമ്മൾ എന്താണ് ഒരു കോമൺ ഡിഫറൻസ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫിഫ്ത്ത് ടേം കിട്ടുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെ ആവുകയാണ് നമുക്ക് ഈ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. ഈ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മാത്രമല്ലോ അതിലൂടെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഈ കോമൺ ഡിഫറൻസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 1 ആണ്. ദെൻ പ്ലസ് 2D ഈസ് ഈക്വൽ ടു തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ഏതാണ്? 21 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 2D ഈസ് ഈക്വൽ ടു ഈ 1 ഇങ്ങോട്ട് കൊണ്ടുവരിക, 21 മൈനസ് 1 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 വരും. D ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് D ഈസ് ഈക്വൽ ടു എത്ര വന്നു? 10 വന്നു അല്ലേ? D എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാവുകയാണെങ്കിൽ സെക്കൻഡ് ടൈം എത്രയായിരിക്കും വരുന്നത്? ഈ 1ന്റെ കൂടെ ഡി ആഡ് ചെയ്യുന്നു. ഡി ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈം കോമൺ ഡിഫറൻസ് 10 ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ എത്ര നമുക്ക് കിട്ടും? സെക്കൻഡ് ടൈം കിട്ടും. അതായത് 1, 10 ആഡ് ചെയ്യുമ്പോൾ 11 വന്നു. മനസ്സിലായല്ലോ? ദെൻ ആ 11ന്റെ കൂടെ പിന്നെ നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് തേർഡ് ടൈം കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇനി അതിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും, ഫോർത്ത് ടൈം കിട്ടും. ദെൻ അതിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ ഫിഫ്ത്ത് ടൈം കിട്ടും. അപ്പൊ നമുക്ക് മിസ്സിംഗ് ആയ ടൈമുകൾ ഏതൊക്കെയായിരുന്നു? ഈ സെക്കൻഡ് ടൈമും ഫോർത്ത് ടൈമും ആയിരുന്നു. അത് നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പൊ നമുക്ക് ഇനി ഇടയ്ക്കത്തെ ഒരു ടേം തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ തന്നിരിക്കുന്ന ടേം അതിനോട് കൂടി നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലെ? എത്ര പ്രാവശ്യം? മൂന്നാമത്തെ ടേം കിട്ടണമെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം ആഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഓരോരോ ടേമുകളും കണ്ടുപിടിക്കുന്നത് കേട്ടോ. കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ 15 പേജ് നമ്പർ 15 കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പേജ് നമ്പർ 15 ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. In each of the arithmetic sequences below, some of the terms are not written but indicated by സർക്കിൾ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു. ഫൈൻഡ് ഔട്ട് ദീസ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, തേർഡ് ടേമും ഇല്ല, ഫോർത്ത് ടേമും ഇല്ല. അപ്പൊ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ സീക്വൻസ് 24, 42 പിന്നെ 2 തന്നിട്ടില്ല. അപ്പൊ ഇതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ അല്ലെ? കോമൺ ഡിഫറൻസ് എത്ര വരും? D ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 ആണ്. ദെൻ ഈസ് ഈക്വൽ ടു 18 വന്നു. തേർഡ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ സെക്കൻഡ് ടേം അല്ലെ? സെക്കൻഡ് ടേം ഉണ്ട്. സെക്കൻഡ് ടേമിന്റെ കൂടെ നമ്മൾ ഏത് ആഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. മനസ്സിലായല്ലോ? അപ്പം സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 42 ആണ്. 42ന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18. 42ന്റെ കൂടെ നമ്മൾ 18 ആഡ് ചെയ്യുന്നത് 42 പ്ലസ് 18 അല്ലെ? എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 60 വരും. തേർഡ് ടേം കിട്ടി. ഇനി അതുപോലെ തന്നെ ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു ഒന്നെങ്കിൽ തേർഡ് ടേമിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. തേർഡ് ടേമിന്റെ കൂട്ടത്തിൽ ഡി ആഡ് ചെയ്താൽ നമുക്ക് ഫോർത്ത് ടേം കിട്ടും. അതായത് തേർഡ് ടേം നമുക്ക് അവിടെ 60 കിട്ടും. 60 പ്ലസ് 18 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഫോർത്ത് ടേം കിട്ടും, 78 കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിയിലും കൂടെ ചെയ്യാം. സെക്കൻഡ് ടേം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടേമിന്റെ കൂടെ 2 പ്രാവശ്യം നമ്മൾ ഡി ആഡ് ചെയ്യാം, 2D ആഡ് ചെയ്യണം.
മനസ്സിലായല്ലോ? അപ്പൊ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 42 ആണ്. 42 കൂട്ടത്തിൽ 2 ഇൻറ്റു ഡി എത്രയാണ്? 18 അല്ലേ? 2 ഇൻറ്റു 18 ആഡ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പൊ എത്ര വരും? 42 പ്ലസ് 36 വരും അല്ലേ? അപ്പൊ എത്രയാണ് വരുന്നത്? 78 വരും. ക്ലിയർ അല്ല? അപ്പൊ അങ്ങനെ രണ്ട് രീതിയും ചെയ്യാം. തേർഡ് ടേം അറിയാവുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്ലസ് ഡി ആഡ് ചെയ്ത് വെച്ചാൽ മതി. സെക്കൻഡ് ടേമിൽ നിന്നും നമുക്ക് ഫോർത്ത് ടേമും കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ എത്രയാണ് വരുന്നത്? ഇവിടെ 60 വരും. ദെൻ ഇവിടെ 78 വരും. ദെൻ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് വൺ എന്താണ്? ആദ്യത്തെ ഇല്ല, പിന്നെ എന്താണ് 24 ഉണ്ട്, ദെൻ 42, പിന്നെ അടുത്തതില്ല. മനസ്സിലല്ലോ? അങ്ങനെ എക്സെട്ര പോവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഡി കണ്ടുപിടിക്കാമല്ലോ. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഡി ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 അല്ലെ? 42 മൈനസ് 24 ആണ്. എത്ര വരും? 18 വരും. അപ്പൊ കോമൺ ഡിഫറൻസ് പറഞ്ഞിരിക്കുന്നത് 18 വന്നു. ഇനി നമുക്ക് ഏതാണ് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? സെക്കൻഡ് ടേമിൽ നിന്ന് അല്ലെ? സെക്കൻഡ് ടേം നമുക്കറിയാം. സെക്കൻഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ ഡി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. അപ്പൊ സെക്കൻഡ് ടേം ഇവിടെ എത്രയാണ്? 24 ആണ്. 24 നിന്ന് കോമൺ ഡിഫറൻസ് എത്രയാണ്? 18 ആണ് അല്ലേ? അപ്പൊ എത്ര കിട്ടും? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 6 കിട്ടും അല്ലേ? അപ്പൊ ഫസ്റ്റ് ടേം ഇവിടെ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഏതാണ് വേണ്ടത്? ഫോർത്ത് ടേം ആണ് വേണ്ടല്ലേ? ഫോർത്ത് ടേം ആണ് വേണ്ടത്. ഫോർത്ത് ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? തേർഡ് ടേമിന്റെ കൊടുത്ത് തേർഡ് ടേം അല്ലെ? തേർഡ് ടേമിന്റെ കൊടുത്ത് എങ്ങനെയാണ്? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതിയല്ലോ. തേർഡ് ടേം ഇവിടെ എത്രയാണ്? 42 ആണ് അല്ലെ? 42 ആണ്. 14 കൊടുത്ത് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു, 18 ആഡ് ചെയ്തു. അപ്പൊ എത്ര നമുക്ക് ഇവിടെ കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 60 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഫോർത്ത് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? 16 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഫസ്റ്റ് ടേം എത്ര വന്നു? ഫസ്റ്റ് ടേം 6 ആണ് വന്നത്. ദെൻ സെക്കൻഡ് ടേം 24 ആണ്. 18 ആഡ് ചെയ്ത് വെച്ചാൽ മതി. ദെൻ പ്ലസ് 18 വരുമ്പോൾ 42 വരും. 42 പ്ലസ് 18 എന്ന് പറയുമ്പോൾ എത്ര വരും? 60 വരും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എല്ലാം കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. തേർഡ് വൺ ഇത്. അപ്പൊ തേർഡ് വൺ എന്ന് നോക്കിയാൽ ആദ്യത്തെ തന്നിട്ടില്ല, രണ്ടാമത്തെയും തന്നിട്ടില്ല, പിന്നെ ഏതാണ്? 24, 42. തേർഡും ഫോർത്തും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡി ഈസ് ഈക്വൽ ടു ഇല്ലേ? ഫോർത്തും തേർഡും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് 42 മൈനസ് 24 ചെയ്യാം. അപ്പൊ അവിടെ കോമൺ ഡിഫറൻസ് എത്ര വരും? 18 വരും ഇല്ലേ? 18 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. ദെൻ നമുക്ക് ഇനി സെക്കൻഡ് ടേം കണ്ടുപിടിക്കാമല്ലോ. സെക്കൻഡ് ടേം ഇല്ലേ? സെക്കൻഡ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് ടേം എങ്ങനെ വരും? തേർഡ് ടേം ഇവിടെ ഉണ്ട് ഇല്ലേ? തേർഡ് ടേം ഇതാണ്. തേർഡ് ടേമിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതിയല്ലോ. ഒരു പ്രാവശ്യം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. അപ്പൊ തേർഡ് ടേം ഏതാണ്? 24 ആണ്. 24 കോമൺ ഡിഫറൻസ് കുറച്ചു. അപ്പൊ എത്രയാണ് ഇവിടെ നമുക്ക് ആൻസർ വരുന്നത്? ദാറ്റ് ഈസ് 6 എന്ന് വരും. അപ്പൊ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എത്ര വന്നു? സെക്കൻഡ് ടേം 6 വന്നു. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഫസ്റ്റ് ടേം വേണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം നമുക്ക് ഒന്നെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് നമുക്ക് കുറയ്ക്കാം. മനസ്സിലാകുന്നുണ്ടോ? സെക്കൻഡ് ടേം ഇതാണ്. സെക്കൻഡ് ടേമിൽ നമ്മൾ കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? സെക്കൻഡ് ടേം കൂടെ കിട്ടി. 6 ആണ്. 6 നിന്ന് കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയാണ്? 80 അല്ലേ? അപ്പൊ എത്ര വന്നു? -12 വന്നു ഫസ്റ്റ് ടേം. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്? തേർഡ് ടേം ഉണ്ടല്ലോ. തേർഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി തേർഡ് ടേമിൽ നിന്ന് നമുക്ക് ഡി എത്ര പ്രാവശ്യം കുറയ്ക്കണം? 2 പ്രാവശ്യം ഇല്ലേ? 2 പ്രാവശ്യം കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ തേർഡ് ടേം 24 ആണ്. 24 ന്ന് 2 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ എത്ര വരും? 2 ഇൻറ്റു ഡി എത്രയാണ്? 18 വരും. അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 24 മൈനസ് 36 എന്ന് വരും അല്ലേ? അപ്പൊ എത്രയാണ് ഇവിടെ വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ -12 എന്ന് വരും ഫസ്റ്റ് ടേം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം -12 ആണ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ടേം നമുക്ക് ഇവിടെ കിട്ടിയതാണ് 6 ഇല്ലേ? 6 ആണ് സെക്കൻഡ് ടേം. പിന്നെ അടുത്ത് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ എത്രയാണ്? 24 അല്ലെ? 24 പിന്നെ ഇല്ല, 42 പിന്നെ ഇല്ല. അപ്പൊ ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ആദ്യമേ പഠിച്ച പോലെ തന്നെ ഫസ്റ്റ് ടേമിന്റെ കൂടത്തി ഇതാണ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേമിന്റെ കൂടത്തി എത്ര കൂട്ടിയാൽ നമുക്ക് തേർഡ് ടേം കിട്ടും? 2D ഇല്ലേ? 2D കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ടേം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? തേർഡ് ടേം കിട്ടും. അപ്പൊ ഫസ്റ്റ് ടേം 24 ആണ്. 24 പ്ലസ് 2D ഈസ് ഈക്വൽ ടു 42. തേർഡ് ടേം 42 ആണ്. അപ്പൊ നമുക്ക് എഴുതാം 2D ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 വരും. ദെൻ D ഈസ് ഈക്വൽ ടു 18/2 എത്രയാണ്? 9 വരും. അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര വന്നു? 9 വന്നു ഇല്ലേ? അങ്ങനെ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഏത് വരും? സെക്കൻഡ് ടേം അല്ലെ? സെക്കൻഡ് ടേം എത്രയാണ് ഇവിടെ വരുന്നത്? സെക്കൻഡ് ടേം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെയാണ്? 24 പ്ലസ് 9 അല്ലെ? 24 പ്ലസ് 9 എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 33 വരും
അല്ലെ. ഇനി ഏതാണ് ഫോർത്ത് ടേമും കണ്ടുപിടിക്കണം അല്ലെ. ഫോർത്ത് ടേം കണ്ടുപിടിക്കണം. അത് എത്രയാണ്? അപ്പം 42 + 9 ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 51. ക്ലിയർ ആയല്ലോ. അപ്പൊ എത്രയാണ് ആൻസർ വന്നത്? ഇവിടെ വന്നത് 33 ഇവിടെ വന്നു, ദെൻ ഇവിടെ 51 വന്നു. മനസ്സിലായല്ലോ. ദെൻ ഇനി നമുക്ക് ഇവിടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചെയ്യാമേ. ഫിഫ്ത്ത് വൺ ആണ്. ഫിഫ്ത്ത് വൺ എന്നൊക്കെയാണ്. ആദ്യത്തെ തന്നിട്ടില്ല, ദെൻ സെക്കൻഡ് ടേം ഉണ്ട് 24, തേർഡ് ടേം ഇല്ല, 42 ഇല്ല, ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ഏതാണ് ഫസ്റ്റ് ടേമും തേർഡ് ടേമും ആണ് വേണ്ടല്ലേ. അപ്പൊ നമുക്കറിയാം ഫോർത്ത് ടേം എന്ന് വെച്ചാൽ 42 ആണ് തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പം ഈ സെക്കൻഡ് ടേമിന്റെ കൂട്ടത്തില് അല്ലെ നമ്മൾ എത്ര പ്രാവശ്യം ഡി ആഡ് ചെയ്ത ഫോർത്ത് ടേം കിട്ടും? ഒരു പ്രാവശ്യം സെക്കൻഡ് ടേമിന്റെ അടുത്ത് ഒരു പ്രാവശ്യം ആഡ് ചെയ്താൽ നമുക്ക് തേർഡ് ടേം കിട്ടും ഇല്ലേ. പ്ലസ് ഡി ആഡ് ചെയ്താൽ തേർഡ് ടേം കിട്ടും. പിന്നെ തേർഡ് ടേമിന്റെ അടുത്ത് പിന്നെ ഒന്ന് പ്ലസ് ഡി കൂടെ ആഡ് ചെയ്താൽ ഫോർത്ത് ടേം കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2D എന്ന് എഴുതാം. 2D ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ സെക്കൻഡ് ടേം 24 ആണ്, പ്ലസ് 2D ഈസ് ഈക്വൽ ടു എത്ര വന്നു? 42 എന്ന് വന്നു. നമുക്ക് ഡി കണ്ടുപിടിക്കാമല്ലോ. 2D ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 എന്ന് വന്നു. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 എന്ന് പറയുമ്പോൾ 18 വരും ഇല്ലേ. അപ്പം ഡി ഈസ് ഈക്വൽ ടു എത്ര വന്നു? 18/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അതായത് ഡിയുടെ വാല്യൂ എത്ര വന്നു? 9 എന്ന് വന്നു. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ് വന്നത്? 9 ആണ് വന്നത്. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? തേർഡ് ടേം കണ്ടുപിടിക്കാമല്ലോ. കോമൺ ഡിഫറൻസ് വന്നു. അപ്പൊ നമുക്ക് തേർഡ് ടേം കണ്ടുപിടിക്കാം. തേർഡ് ടേം ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? സെക്കൻഡ് ടേമിന്റെ അടുത്ത് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക അല്ലെ. സെക്കൻഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ആണ്. 24 പ്ലസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 9 ആണ് വന്നത്. അപ്പൊ എത്ര വന്നു? 33 എന്ന് വന്നു ഇല്ലേ. അപ്പൊ തേർഡ് ടേം എത്ര വന്നു? തേർഡ് ടേം കേട്ടോ. തേർഡ് ടേം എത്രയാണ്? 33 എന്ന് വന്നു. ക്ലിയർ ആയല്ലോ. ഇനി നമുക്കാണ് ഫസ്റ്റ് ടേം കൂടെ കണ്ടുപിടിക്കാനുള്ള. ഫസ്റ്റ് ടേം അല്ലെ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ചെയ്യണം സെക്കൻഡ് ടേമിൽ നിന്നും അല്ലെ. സെക്കൻഡ് ടേമിൽ നിന്നും നമുക്ക് കോമൺ ഡിഫറൻസ് കുറച്ച് വെച്ചാൽ മതി. സെക്കൻഡ് ടേം നമുക്കറിയാം 24 ആണ്. 24 നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് 9 കുറയ്ക്കുക. അപ്പൊ എത്ര വരും? 15 വരും. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 15 എന്ന് വന്നു ഇല്ല. തേർഡ് ടേം 13 എന്ന് വന്നു. അപ്പോഴാണ് ഫസ്റ്റ് ടേം ഇവിടെ എത്ര നമുക്ക് എഴുതാം? 15 ആണ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത്. തേർഡ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 33 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഏതാണ്? ഫിഫ്ത്ത് കഴിഞ്ഞ് സിക്സ്ത് ക്വസ്റ്റ്യൻ അല്ലേ. സിക്സ്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, പിന്നെ അതാണ് ഫോർത്ത് ടേം തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? അതേതൊക്കെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേമിനെ കുറിച്ച് നമുക്ക് എത്ര പ്രാവശ്യം ഡി ആഡ് ചെയ്താലും ഫോർത്ത് ടേം കിട്ടും. ഇവിടുന്ന് ഒരു പ്രാവശ്യം ആഡ് ചെയ്താലും നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടേം കിട്ടും. തേർഡ് ടേമിനെ കുറിച്ച് ഒരു പ്രാവശ്യം ഡി ആഡ് ചെയ്യണം. അപ്പം 3D അല്ലെ. 3D ഈസ് ഈക്വൽ ടു ഏതാണ്? ഫോർത്ത് ടേം. ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് ടേം 24 ആണ്, പ്ലസ് 3D ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം ഇതാണ് 42 ആണ്. ദെൻ 3D ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 എന്ന് വന്നു. എത്രയാണ്? 18 വരും അല്ലെ. 18 വരും. അപ്പൊ ഡിയുടെ വാല്യൂ എത്ര വന്നു? ഡി ഈസ് ഈക്വൽ ടു 18/3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടെ എത്രയാണ് വന്നത്? 6 ആണ് വന്നത്. ക്ലിയർ ആയാലും ഇനി നമുക്ക് ആഡ് ചെയ്ത് വായിച്ചാൽ പോരെ. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് അല്ലെ. ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് നമുക്ക് 6 വന്നു. ഫസ്റ്റ് ടൈം 24 ആണ്. 24 പ്ലസ് 6 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 30 വരും അല്ലെ. 30 വരും അല്ലെ. അപ്പൊ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? 30 വന്നു. സെക്കൻഡ് ടേം 30 വന്നു. ഇനി സെക്കൻഡ് ടേമിന്റെ കൂടെ നമുക്ക് അടുത്തൊരു ഡിയും കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ പോരെ തേർഡ് ടേം കിട്ടാൻ ഇല്ല. അപ്പം തേർഡ് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് ടേം അല്ലെ. സെക്കൻഡ് പ്ലസ് ഡി ആഡ് ചെയ്യുക. സെക്കൻഡ് ടേം നമുക്ക് ഓൾറെഡി 30 കിട്ടി. 30 പ്ലസ് ഡി എത്രയാണ്? 6. അപ്പൊ എത്ര വന്നു? 36 വന്നു. മനസ്സിലായല്ലോ. അപ്പൊ ഇതാ നോക്കേ. അപ്പം ഫസ്റ്റ് ടേം 24 ആണ്. സെക്കൻഡ് ടേം എത്രയാണ്? 30 അല്ലേ. 6 ആഡ് ചെയ്ത് വെച്ചാൽ മതി. കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. 30 വന്നു. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ പിന്നെ 6 ആഡ് ചെയ്തു. 36 വന്നു. ഫോർത്ത് ടേം പിന്നെ 6 ആഡ് ചെയ്യുമ്പോൾ 42 വന്നു. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് ഉപയോഗിച്ചിട്ട് ഓരോരോ ടേമുകളും കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നോക്കുക കേട്ടോ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര പ്രാവശ്യം ഡി ആഡ് ചെയ്യണമെന്ന് നോക്കുക കേട്ടോ. എത്ര പ്രാവശ്യം ഡി ആഡ് ചെയ്താലാണ് ഓരോ ടേം കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുക കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എന്നൊക്കെ എഴുതുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമിനെ നമുക്ക് x1 എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. x1 എന്ന് എഴുതിയാൽ ഫസ്റ്റ് ടേം ആണ്. x2 എന്ന് എഴുതിയാൽ സെക്കൻഡ് ടേം ആണ്. x3 എന്ന് പറഞ്ഞിരിക്കുന്നത് തേർഡ് ടേം ആണ്. x4
ഫോർത്ത് ടേം അങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇപ്പം 9th ടേം എഴുതണമെങ്കിൽ x9 എന്ന് എഴുതാം കേട്ടോ. ക്ലിയർ ആയല്ലോ. ഇപ്പൊ 1 2 3 എന്ന് പറഞ്ഞാൽ അതിന്റെ പൊസിഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ടേം ആണെന്നുണ്ടെങ്കിൽ ഇതാണ് x1, അതിന്റെ പൊസിഷൻ 1 ആണ്. ഇപ്പൊ x1 വെച്ചൊക്കെ റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആയാലും ഇപ്പൊ 100th ടേം ആണെന്നുണ്ടെങ്കിൽ x100 എന്നൊക്കെ എഴുതി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് അങ്ങനെ എഴുതുന്നതിന് വരും പകരം. ക്ലിയർ ആയല്ലോ. അപ്പം ഇത്രയാണ് ആ ഒരു സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ എന്താണ് മിസ്സിംഗ് ആയിട്ടുള്ള ടേംസുകൾ കണ്ടുപിടിക്കുകയാണ് ചെയ്ത്. കോമൺ ഡിഫറൻസ് ഉപയോഗിച്ചിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള ടേംസുകളൊക്കെ കണ്ടുപിടിച്ചു. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചെയ്ത് തന്നെ പഠിക്കട്ടെ. നിങ്ങൾ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലെ നോക്കി വെച്ച് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എന്നിട്ട് തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്യുക കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി കാണും ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. എന്നിട്ട് അവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ക്ലിയർ ചെയ്ത് വിടാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ചോദിക്കുക ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം എല്ലാവരും എഴുതി തന്നെ പഠിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആയി നമ്മൾ മനസ്സിലാക്കുന്ന നിങ്ങളുടെ ലൈക്കിലൂടെയും കമന്റിലൂടെയും ഒക്കെയാണ് കേട്ടോ. ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് പാർട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.